ക്രിക്കറ്റ് ലോകത്ത് കൊടുങ്കാറ്റായി മാറിയ സ്വപ്നങ്ങൾക്ക് പ്രായം ഒരു തടസ്സമല്ലെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച ഒരു യുവ പ്രതിഭയെക്കുറിച്ച്. ബീഹാറിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പ്രതീക്ഷയായി ഉയർന്നു വന്ന വൈഭവ് സൂര്യവംശി എന്ന 14-കാരനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ബീഹാറിലെ തജ്പൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് വന്ന വൈഭവ് സൂര്യവംശി എന്ന ഈ ചെറുപ്പക്കാരൻ ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും തിളക്കമുള്ള പ്രതീക്ഷകളിലൊന്നാണ്. ക്രിക്കറ്റ് ബാറ്റ് കയ്യിലെടുത്ത നാൾ മുതൽ അവന്റെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ഇന്ത്യൻ ജേഴ്സി അണിയുക. ആ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയത് അവന്റെ അച്ഛനാണ്. 4-ാം വയസ്സിൽ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയ വൈഭവ് 9-ാം വയസ്സിൽ ഒരു ക്രിക്കറ്റ് അക്കാദമിയിൽ ചേർന്നു. അവിടെ അവന്റെ പ്രതിഭയ്ക്ക് കൂടുതൽ മിഴിവ് വന്നു. വൈഭവ് എന്ന പേര് ക്രിക്കറ്റ് ലോകം ശ്രദ്ധിച്ചു തുടങ്ങിയത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലൂടെയാണ്. 2024 ജനുവരിയിൽ കേവലം 12 വയസ്സും 284 ദിവസവും മാത്രം പ്രായമുള്ളപ്പോൾ വൈഭവ് ബീഹാറിന് വേണ്ടി രഞ്ജി ട്രോഫിയിൽ മുംബൈക്കെതിരെ അരങ്ങേറ്റം കുറിച്ചു. രഞ്ജി ട്രോഫി ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരിൽ ഒരാളായി അവൻ മാറിയപ്പോൾ ഈ ബാലൻ ഭാവിയിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുമെന്ന് ക്രിക്കറ്റ് വിദഗ്ധർ പ്രവചിച്ചു. എന്നാൽ വൈഭവ് എന്ന പേര് ഓരോ ക്രിക്കറ്റ് പ്രേമിയുടെയും മനസ്സിൽ പതിഞ്ഞത് IPLലൂടെയാണ്. 2025 സീസണിൽ നടന്ന IPL ലേലത്തിൽ രാജസ്ഥാൻ റോയൽസ് ഈ യുവതാരത്തെ ടീമിലെത്തിച്ചപ്പോൾ പലരും അത്ഭുതപ്പെട്ടു. വെറും 14 വയസ്സുള്ള ഒരു കുട്ടിയെ ടീമിലെടുത്തപ്പോൾ പലർക്കും സംശയങ്ങൾ ഉണ്ടായിരുന്നു. IPL ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി മാറിയ വൈഭവ് IPLന് ശേഷം ജനിച്ച ആദ്യ കളിക്കാരൻ കൂടിയാണ്. IPLലെ അവന്റെ അരങ്ങേറ്റം ആവേശകരമായിരുന്നു. ലക്നോ സൂപ്പർ ജയൻസിനെതിരെയുള്ള മത്സരത്തിൽ തന്റെ ആദ്യ പന്തിൽ തന്നെ ഒരു കൂറ്റൻ സിക്സർ പറത്തിക്കൊണ്ട് വൈഭവ് തന്റെ വരവറിയിച്ചു. അതൊരു തുടക്കം മാത്രമായിരുന്നു. ഗുജറാത്തിനെതിരെയുള്ള ഒരു മത്സരത്തിൽ വൈഭവ് കാണിച്ചത് ഒരു വെടിക്കെട്ടായിരുന്നു. ടീം പ്രതിസന്ധിയിലായ ഒരു നിർണായക നിമിഷത്തിൽ വൈഭവ് ക്രീസിലെത്തി. ആ ചെറിയ ശരീരത്തിൽ ഒളിഞ്ഞിരുന്ന പോരാട്ട വീര്യം അവർ പുറത്തെടുത്തു. വെറും 35 പന്തുകൾക്കുള്ളിൽ അവൻ സെഞ്ചുറി തികച്ചപ്പോൾ സ്റ്റേഡിയം ആവേശത്തിൽ മുഴങ്ങി. IPL ചരിത്രത്തിൽ ഒരു ഇന്ത്യൻ താരം നേടുന്ന ഏറ്റവും വേഗതയേറിയ സെഞ്ചുറിയായിരുന്നു അത്. കൂടാതെ IPLലെ ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറി നേടിയ കളിക്കാരനും അവനായി. ഒരു നിമിഷം ആ സ്റ്റേഡിയം മുഴുവൻ നിശ്ചലമായി. കാരണം കൺമുന്നിൽ സംഭവിച്ചത് അവിശ്വസനീയമായ ഒരു കാഴ്ചയായിരുന്നു. IPLന് ശേഷം വൈഭവ് തന്റെ പ്രകടനം തുടർന്നു. ഇന്ത്യൻ അണ്ടർ-19 ടീമിന്റെ ഭാഗമായി ഇംഗ്ലണ്ട് പര്യടനത്തിൽ അവൻ തന്റെ പ്രതിഭ വീണ്ടും തെളിയിച്ചു. ഒരു അണ്ടർ-19 ഏകദിന മത്സരത്തിൽ 52 പന്തിൽ സെഞ്ചുറി നേടി അവൻ ഏറ്റവും വേഗതയേറിയ യൂത്ത് ഏകദിന സെഞ്ചുറി എന്ന റെക്കോർഡ് തന്റെ പേരിൽ കുറിച്ചു. അണ്ടർ-19 ടെസ്റ്റ് അരങ്ങേറ്റത്തിൽ ഓസ്ട്രേലിയക്കെതിരെ 58 പന്തിൽ സെഞ്ചുറി നേടി ഇന്ത്യയുടെ അണ്ടർ-19 ടീം ചരിത്രത്തിലെ വേഗതയേറിയ ടെസ്റ്റ് സെഞ്ചുറിയും അവൻ സ്വന്തമാക്കി. വൈഭവിന്റെ ഈ റെക്കോർഡ് പ്രകടനങ്ങളിലെല്ലാം ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചപ്പോൾ അവന്റെ പ്രായത്തെക്കുറിച്ചും ചില സംശയങ്ങൾ ഉയർന്നിരുന്നു. ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെയൊരു പ്രകടനം സാധ്യമാണോ എന്ന സംശയം പലരും പങ്കുവച്ചു. എന്നിരുന്നാലും BCCIയുടെ പരിശോധനകളിൽ അവന്റെ ജനന തീയതി ശരിയാണെന്ന് സ്ഥിരീകരിച്ചു. സ്വപ്നങ്ങൾക്ക് പ്രായം ഒരു തടസ്സമല്ലെന്ന് വൈഭവ് സൂര്യവംശി തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു. ബീഹാറിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പ്രതീക്ഷയായി വളർന്ന ഈ യുവതാരം ഭാവിയിൽ ഇന്ത്യൻ ടീമിനായി വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവന്റെ ബാറ്റിന്റെ ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ മുഴങ്ങാനും കാത്തിരിക്കുകയാണ് ഓരോ ക്രിക്കറ്റ് ആരാധകനും.